നമസ്കാരം. കാന്താര ചാപ്റ്റർ 1 കണ്ടിട്ട് വന്നേക്കുവാണ്. പടം അതിഗംഭീരം, ഒന്നും പറയാനില്ല. എക്സലന്റ് മൂവി. ഒരു 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 മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മെറ്റീരിയലാണ് ഈ ഒരു പടം. കാന്താര കണ്ടവർക്കറിയാം അതിന്റെ ഒരു തീം എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരാണ് മോസ്റ്റ്ലി ഈ പടം വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഥയ്ക്ക് പ്രസക്തി പറഞ്ഞ് അതിന്റെ ഒരു ഒരു ഗുമ്മ് കളയുന്നില്ല. നിങ്ങൾ കാണണം. ഋഷഭ് അദ്ദേഹത്തിന്റെ എക്സലന്റ് ആയിട്ടുള്ള റൈറ്റിംഗ്, അതിമനോഹരമായിട്ടുള്ള മേക്കിംഗ്, അതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റും ആക്ടേഴ്സും എല്ലാവരും ചേർന്ന് മനോഹരമായ എഫേർട്ട് ഇട്ട് ഒരു എക്സലന്റ് പ്രോഡക്റ്റ് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഋഷഭ് ജി, ഹാറ്റ്സ് ഓഫ് യു. നെഗറ്റീവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇത്തരം പടങ്ങളിൽ പോയിരുന്ന് നെഗറ്റീവ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പൂർണ്ണമായിട്ടും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാഴ്ച. വളരെ വിരളമായ ചില പടങ്ങളാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഈ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറിയിട്ട് ഞാൻ കൊടുത്ത പൈസ മുതലായി എന്ന് മനസ്സിൽ നിറഞ്ഞൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സന്തോഷം കിട്ടിയൊരു പടമാണ് കാന്താര ചാപ്റ്റർ 1. ഒരേ കഥാപാത്രത്തിന് വീണ്ടും അവാർഡ് പരിഗണിക്കും എന്നൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അണ്ണൻ നാഷണൽ അവാർഡ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ അമ്മാതിരി പെർഫോമൻസ് അവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. VF സെക്ഷൻ കിഡിൽ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രാഫിക്സും VFX എല്ലാം വന്ന് അതിമനോഹരമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ നമ്മൾ കണ്ടുവന്നതിൽ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്ന്, അല്ലെങ്കിൽ VF സെക്ഷൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണ്, ഒരു ഡിവോട്ടി ആണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോരിത്തെരപ്പ്, ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഒരു വൈബ് നിങ്ങളിലേക്ക് വന്ന് കയറും. അത് അനുഭവിച്ചറിയുക. അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് മക്കളെ. ഞാനൊരു മഹാദേവ ഭക്തനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഫീല് വന്നു. അത് ഒരുപാട് പേർക്ക് വരും, എനിക്ക് ഉറപ്പാണ്. അതാണ് എടുത്തു പറയുന്നത്. നിങ്ങളൊരു ഡിവോട്ടിയാണ്, ഈശ്വര വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇതുവരെ കിട്ടാത്തൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഈശ്വരന്റെ പൂങ്കാവനം അത് സംരക്ഷിക്കുക എന്നുള്ള നിയോഗത്തിന്റെ ഭാഗമാണ് ഓരോരോ പാർട്ടുകളും. അപ്പോൾ ഈ പാർട്ടിൽ നിയോഗം എന്താണെന്ന് നമ്മൾ കാണാനാണ് അവിടെ പോകുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലീഡ് ചെയ്താണ് പടം നിർത്തിയിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾ ഇതുവരെ കാന്താര കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാന്താര കാണണം. കണ്ടിട്ട് മാത്രമേ ഈ സിനിമ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. ബിക്കോസ് കാന്താരയിൽ എവിടെയാണോ സിനിമ അവസാനിക്കുന്നത് ആ ഫ്രെയിം അവിടെ നിന്ന് തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇതെന്താണ് ഒരു വാലും തുമ്പില്ലാതെയൊക്കെ തോന്നിയേക്കാം. അതുകൊണ്ട് മസ്റ്റായിട്ട് ആ പടം കാണുക. കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. വേറൊന്നും പറയില്ല മക്കളെ, തിയേറ്ററിൽ പോവുക, അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്യുക. ഒരു എക്സലന്റ് മൂവി നമുക്ക്, അതും ഈ പർട്ടിക്കുലർ വിജയദശമി ഈ ഒരു ദിവസം, ഈ മനോഹരമായ ഒരു ദിവസം തന്നെ ഇത്ര കിടിലൊരു പടം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം ഒരു നിയോഗമാണ്. പോയി തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക.